ഹലോ, നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ്തരിച്ചൊരു കുളത്തിലൊരു കുളി നിർബന്ധമാണല്ലോ. നമ്മുടെ ഗ്യാങ്ങിനെയും കൂട്ടി നേരെ വിട്ട് സാധാരണ പോകുന്ന കുളത്തിലേക്കല്ല ഇന്ന് പോയത്. വേറെ ഏതോ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചതാണ്. ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ടാണ്. അതായത് കുളത്തിനെ കുറിച്ച് ഭയങ്കര ഹൈപ്പൊക്കെ ആയിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ നീല കളറാണ്, നല്ല രസമാണ്, പ്രകൃതി രമണീയമായ കുളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ഇതിപ്പോൾ വഴി തെറ്റി നട്ടുച്ച വെയിലത്ത് അതികൂടെ തിരിഞ്ഞ് കിടക്കായിരുന്നു ഞങ്ങൾ 3 പേരും. ആ കാണുന്ന അലവലാതിയുടെ വരവ് കണ്ടാൽ തോന്നുന്നു ഈ അലവലാതിയാണ് നമ്മുടെ വഴി മൊത്തം തെറ്റിച്ചെന്നുള്ളത്. അങ്ങനെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടെ പിള്ളേർ ടീംസിൻ്റെ നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സാധാ കുളം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുളത്തിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം കുളം കുറച്ച് പായലും പൂപ്പിലൊക്കെ പിടിച്ചിട്ടാണ് കിടന്നത്. എന്നാൽ പിന്നെ അതൊന്ന് മാറ്റി കളഞ്ഞേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് നേരം കാലൊക്കെ ഇട്ട് ഇളക്കി അതിനകത്ത് പായലും പൂപ്പിലൊക്കെ എടുത്ത് കളഞ്ഞു. എന്നാലും മനസ്സിന് ചെറിയൊരു രീതിയിലൊരു വിമിഷ്ടം, ഇറങ്ങണോ വേണ്ടിയോന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചു എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നേ. എന്നാലും പിന്നെ രണ്ടും കൽപ്പിച്ച് ചാടിയേക്കാം, അതൊന്ന് ഇളക്കി കളഞ്ഞേക്കാന്ന് വിചാരിച്ച് നേരെ നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനായിട്ട് നോക്കിയിട്ടോ. വെള്ളത്തിൻ്റെ കളർ കണ്ടപ്പോഴേക്കും ഒരാൾ കുളിക്കുന്നതിൽ നിന്ന് സ്കിപ്പായിട്ടുണ്ടായിരുന്നേ. പക്ഷെ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ കുളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ചെറിയ പേടിയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ചാട്ടം തന്നെയായിരുന്നേ. ഇപ്പോഴത്തെ ചൂടിനെ കുറിച്ച് ഞാൻ പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. ഈ ചൂടത്ത് വേറെ എന്ത് പരിപാടി ചെയ്യാനാ, ഒരു പരിപാടി ഒരു തേങ്ങയില്ലാത്തതുകൊണ്ട് തന്നെ ഫുൾ ടൈം കുളത്തിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ചാട്ടമായിരുന്നു, ഒരുമാതിരി നീർനായ നീന്തി കളിക്കുമല്ലേ, അതേ അവസ്ഥയിൽ.